അഭിമാനത്തോടെ സമർപ്പിക്കുന്നു. മേരി മിട്ടി മേരി ജാൻ, എന്റെ ജന്മഭൂമി. നമ്മുടെ വീടിന് മുൻപിൽ എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും മുത്തച്ഛൻ ഇന്ത്യൻ പതാക ഉയർത്തി കഴിഞ്ഞിട്ട് അവിടെ കൂടി വരുന്നവർക്കെല്ലാം നമ്മൾ സ്വീറ്റ്സ് കൊടുക്കാറില്ലേ? ഞാനത് വാങ്ങുവാൻ പോയതാ. മധുരം വാങ്ങുന്ന കാര്യം ഞാനൊന്നും മുത്തച്ഛ, ഇത് നമ്മുടെ 78ാമത്തെ സ്വാതന്ത്ര്യ വർഷമല്ലേ? അതെ, 78 വർഷങ്ങൾ നമ്മുടെ മണ്ണിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ എനിക്ക് 10 വയസ്സായിരുന്നു പ്രായം. മുൻപ് പറഞ്ഞിട്ടുണ്ട് മുത്തച്ഛൻ. പിന്നെ മുത്തച്ഛന്റെ മുത്തച്ഛൻ ജാലിയൻ വാല ബാഗിൽ വെച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാരനെ വെടിയേറ്റ് മരിച്ച കഥകളൊക്കെ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ജാലിയൻ വാല ബാഗിൽ എന്താണ് നടന്നത് മുത്തച്ഛ? 1919 മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് റൗലറ്റ് ആക്ട് എന്ന കരിനിയമം പാസാക്കി. വാറന്റ് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാൻ, വിചാരണ കൂടാതെ തുറങ്കിലടയ്ക്കാൻ ഈ നിയമം ഗവൺമെന്റിന് അധികാരം നൽകി. ഇതിനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭം അരങ്ങേറി. റൗലറ്റ് നിയമത്തിനെതിരെ പോരാടാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. 1919 ഏപ്രിൽ 13 സിഖുകാരുടെ വൈശാഖി ഉത്സവമായിരുന്നു. അന്ന് അമൃത്സറിനടുത്തുള്ള ജാലിയൻവാല ബാഗ് മൈതാനത്തിൽ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കാൻ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. ഈ മുത്തച്ഛൻ എന്റെ അഭാവയെ കുട്ടിയിലേക്ക് പോയി. So, that's the message. Is it good or bad? It's bad. I love hearing bad news. Tell me, a group of people are gathering at Jallianwala Bagh to revolt against us. Oh, how many people? About 10,000. What? Sir, I'm serious. I understand. Inform the battalion, quickly. Sir, not a single soul should leave Jallianwala Bagh. Not a single one. Sir, what if their movement is peaceful? It must be turned into a revolt. Understood? Yes, sir.